തുടർച്ചയായ മോഷണങ്ങൾ, എങ്ങുമെത്താത്ത അന്വേഷണം. കൊല്ലം പുനലൂരിലെ ജനങ്ങൾ ഭീതിയിലാണ്. പുനലൂരിലെ കലയനാട് ചൂരോട് ഭാഗത്താണ് ഒരു മാസത്തിനിടെ 4 തവണ മോഷണം നടന്നത്. ഒരേ വീട്ടിൽ ഒന്നിലധികം തവണയും മോഷണം നടന്നിട്ടുണ്ട്. പ്രവാസിയായ കലയനാട് സ്വദേശി ഹാനോക്കിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് മോഷണം നടന്നത്. ഇവിടെ നിന്നും ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ മോഷണം പോയിരുന്നു. ആൾതാമസമില്ലാത്ത ഈ വീട്ടിൽ കഴിഞ്ഞ 18-ന് പുലർച്ചെ മോഷണ ശ്രമവും നടന്നിരുന്നു. മോഷ്ടാവിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും CCTV ദൃശ്യങ്ങളും കിട്ടിയിട്ടും പോലീസിന് ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്ന പരാതിയുണ്ട്. കള്ളൻ ഈ പ്രദേശത്തുള്ള ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് വീട്ടിൽ കയറി ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് കണ്ടുവച്ചിട്ട് കുട്ടുക മാത്രം എടുത്തുകൊണ്ട് വന്നു. മെനയാതെ വണ്ടിയായിട്ട് വന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ TV അങ്ങനെ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ കുറേ കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ അന്നോട്ട് പോലീസിൻ്റെ അന്നേ പിടിച്ചിരുന്നെങ്കിൽ ഒരു വിഷയം ഉണ്ടാകത്തില്ല. എന്നാലും പോലീസ് ശ്രമിച്ചില്ലെന്നല്ല, അവർ ശ്രമിച്ചു. അതിൽ ഒരുത്തനെ അങ്ങോട്ട് കിട്ടിയപ്പോൾ ഒരുത്തനെ കിട്ടിയിട്ടില്ല. അവൻ്റെ വീട്ടിൽ 800 ലക്ഷം വളയും പോവുകയൊക്കെ ചെയ്തെങ്കിൽ അവൻ വീട്ടിലൊന്നുമില്ല. ഈ കേസുകളിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രദേശത്ത് വീണ്ടും മോഷണം നടന്നത്. പുനലൂർ പേപ്പർ മിൽ കോമ്പൗണ്ടിൽ കടന്ന പ്രദേശത്തെ ക്ഷേത്രത്തിലും പേപ്പർ മില്ലിലും മോഷണം നടത്തി. ഇതിനിടെ മോഷ്ടാവെന്ന് സംശയിക്കുന്ന ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് ഏൽപ്പിച്ചിരുന്നു. പിന്നാലെ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണ ശ്രമം നടന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മോഷണ സംഘത്തെപ്പറ്റി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും ഇവയിൽ പല മോഷണ കേസുകളിലെയും പ്രതികളെ പോലീസിന് പിടികൂടാനായിട്ടില്ല. പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 10ഓളം മോഷണങ്ങളോ മോഷണ ശ്രമങ്ങളോ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.